കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കേശു ശിവ പിള്ളേരെങ്ങനെ വന്നേ? എന്താ ഓ അത് ശരി, അതിന്റെ കഥങ്ങ് എടുത്തിട്ട് പോയല്ലേ? എപ്പോ ഒക്കെയാലും ഫോൺ എടുത്തിട്ട് പോക്കാം. ഇന്ന് നിക്കടാ, പോണില്ലേ അങ്ങോട്ട്? പോവാ. എന്നാ പോ. സിദ്ധുനെ വിളിച്ചല്ലേ? എന്തിനാ വിളിച്ചത്? വേറെ ഒന്നുമില്ല, ഞങ്ങൾ കൊച്ചു വർത്താനം പറയായിരുന്നു. അച്ഛൻ വിളിച്ചമ്മ. അച്ഛൻ വിളിച്ചു, ഞങ്ങൾ മാത്രമല്ല അച്ഛൻ വിളിച്ചു. അച്ഛൻ വിളിച്ചു. അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കേണ്ടി വരും. വിളിക്കമ്മ. അത് ശരി, വിളിക്കല്ലേ. എന്നിട്ട് ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് വിളിക്കുന്ന? ഞാനൊന്നും വിളിക്കൊന്നുമില്ല. ഞാൻ അവളോട് പറഞ്ഞതാ ഞാൻ വിളിക്കില്ല എന്ന്. എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും, ഇതൊന്നും സംസാരിക്കൂല. ലച്ചു വരണ്ടാന്ന് നോക്കി. അല്ല നോക്കി വിളിക്കാലോ, എന്തല്ലെങ്കിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാകും, അതുകൊണ്ടാണ്. എവിടെയെങ്കിലും ഇല്ല, റൂമിലാ തോന്നുന്നുണ്ട്. വിളിച്ചോ. മോനെ, അമ്മയുടെ എന്തുണ്ട് വിശേഷം? അച്ഛനും പിള്ളേരും വിളിച്ചിരുന്നല്ലേ? ഓ എന്ത് പറയാനാ. അതെ, ഞാനും അച്ഛനും പിള്ളേരും വിളിച്ചാലും അവളോട് പറയില്ല കേട്ടാ, പ്രശ്നമാകും ഇവിടെ, അതുകൊണ്ടാണ്. ചില സമയത്ത് ഭയങ്കര വാശിയാണ് അവൾക്ക്. അതെ, ശരിക്കും നിങ്ങൾ തമ്മിൽ ഭയങ്കര നിസ്സാര കാര്യമാണല്ലേ? എനിക്ക് മനസ്സിലായി. അതെന്താ മോനെന്താ അവൾ വിളിച്ചപ്പോൾ എടുത്തില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഈ പെണ്ണുങ്ങളെ മനസ്സ് പെണ്ണുങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. അമ്മ ഒരു വഴി പറഞ്ഞുതരാം. മോൻ അങ്ങോട്ട് വിളിക്കാണ്ടിരുന്നാൽ മതി, അപ്പോൾ അവൾക്ക് ടെൻഷനാവും. അത്രേ ഉള്ളൂ. അതെ, ഞാൻ വിളിച്ചാലും പറയല്ല കേട്ടാ. അത് ഈ വഴക്ക് മുറി അങ്ങോട്ട് വലിയ വഴക്കാവാൻ നിൽക്കണ്ട, പെട്ടെന്ന് വഴക്ക് എടുത്തോണം രണ്ടുപേരും. ശരി ശരി ശരി. അച്ഛനെല്ലാം പറഞ്ഞല്ലേ? ശരി മോനെ, ശരി. ഓക്കെ. നിങ്ങൾ നേരത്തെ വിളിച്ച ആളെ തന്നെ. അച്ഛാ സിദ്ധുളേനെ വിളിച്ചായിരുന്നു, നമ്മൾ അറിഞ്ഞു കേട്ടാ. അച്ഛാ, ഞങ്ങളെ വിളിച്ചിട്ടേ ഞങ്ങൾ പറഞ്ഞു ചുമ്മാ ചേച്ചിനെ തിരിച്ചങ്ങോട്ട് വിളിക്കാനൊന്നും നിൽക്കണ്ട, വെറുതെ ഷോ ഇടുവാണ്, അതിനൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. ഈ സെയിം കാര്യം ഇപ്പതേ അമ്മയെ വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ച കാര്യം അവളോട് പറഞ്ഞേക്കല്ലേ കേട്ടോ. ചേച്ചിക്കാരും അറിഞ്ഞ വീട്ടിടിച്ചു പൊളിക്കും. ഇടിച്ചു പൊളിച്ചിട്ട് വേറെ വീട് പണിയാൻ പോണ അച്ഛൻ്റെ എഞ്ചിനീയർ. എഞ്ചിനീയർ പിന്നെ പുതിയ വീട് വെച്ചിട്ടുണ്ട്. ജെസിബി ബുൾഡോസറെ കൊണ്ട് ഇറക്കാൻ പറഞ്ഞു. എഞ്ചിനീയറിന്റെ വീടാ? എടി പൊട്ടി. ഭയങ്കര സെറ്റപ്പ് തന്നെ അല്ലേ അച്ഛാ എഞ്ചിനീയർ? ലച്ചു, സിദ്ധു വിളിച്ചായിരുന്നാ? വിളിക്കാതിരിക്കോ, എന്തെങ്കിലും കാണിക്കട്ടെ. അളയന് അത്രയ്ക്ക് കാശി പാടത്തില്ലല്ലോ അല്ലേ അമ്മ? അതന്നെ ചേച്ചി എന്തായാലും അങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. അത് തന്നെ, നമ്മൾ ഒന്നിനും താഴ്ന്നു കൊടുക്കാൻ പാടില്ല. താഴ്ന്നു കൊടുത്താൽ തലേ കയറി ചവിട്ടും. ലച്ചു, ശരിക്കും എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? പ്രശ്നമൊന്നുമില്ല അമ്മ. ഇന്നലെ ഞാൻ സിദ്ധുവിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സിദ്ധുവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ എന്താണ് സിദ്ധു ഇഷ്ടപ്പെടാത്ത കാര്യം? കാരണം സിദ്ധു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞു, അതുകൊണ്ട്. നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം സിദ്ധു പറഞ്ഞത്? കാരണം ഞാൻ പറഞ്ഞ കാര്യം സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട്. നീ എന്ത് കാരണം സിദ്ധു പറഞ്ഞത്? അത് എന്റെ അച്ഛൻ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടേ ഉള്ളൂ കേട്ടാ. ഇനിയിപ്പോ സിദ്ധു വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കാൻ പോണില്ല. ഞാൻ വിളിക്കൂല, അത്രേ ഉള്ളൂ. ഉഴുപ്പുള്ള കാര്യം നമ്മ അടുത്ത് വാശിയാണെങ്കിൽ ജയിക്കൂല. മക്കൾ വിളിച്ചാലും കൊന്നെടുക്കരുത്. വിളിച്ചാലും എടുക്കൂല. ഇതെവിടെ പോണ്? നിങ്ങൾ തമ്മിലല്ലേ വഴക്കുള്ളൂ, നമ്മൾ തമ്മിൽ വഴക്കില്ലല്ലോ. ഇഷ്ടം പോലെ പണിയെടുക്കണ്ട്. വാ. അമ്മ ജോലി ചെയ്യുന്ന എനിക്ക് ഒരു മൂടുമില്ല, അതുകൊണ്ട് അമ്മ തന്നെ ചെയ്തു. അതെങ്ങനെയാ ശരിയാവണേ? അതെങ്ങനെയാ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവണേ? അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യാനുള്ള അവസരം ഞാൻ തന്നിരിക്കുകയാണ്, അത് മുതലാക്കണം കേട്ടാ. വല്ലാത്തൊരു മുതലാക്കലായിപ്പോ. ഇത് ഞാൻ നല്ലോണം മുതലെടുത്തോളാം കേട്ടാ.